വേദഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആബീബ് മാസം 10-ാം തീയതി വേർതിരിക്കപ്പെടുന്ന പെസഹ കുഞ്ഞാടിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുക്കണം. അതിന്റെ രക്തം കട്ടളക്കാലിന്റെ അടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ രക്തം അടയാളമായിരിക്കുന്ന ഭവനത്തെ വിട്ട് സംഹാരദൂതൻ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് കുടുംബത്തിന് രക്ഷ വന്നു. അങ്ങനെ വിടുവിക്കപ്പെട്ട ഫറവോന്യ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം തങ്ങളുടെ യാത്ര പുറപ്പെട്ടപ്പോൾ വളരെ സന്തോഷവും വളരെ പ്രത്യാശയും വാഗ്ദത്ത നാടിനെ കുറിച്ചുള്ള ദൈവികമായ കാഴ്ചപ്പാടും അവർക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവിൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒന്നിച്ചു പറയത്തില്ല. ഇവരോട് പറഞ്ഞില്ല നിങ്ങൾ മുമ്പോട്ട് പോകാൻ ചെങ്കടലുണ്ട്, അവിടെ ചെറു പ്രയാസം വരും, പിന്നെ മാറയുണ്ട്, പിന്നെ എരിഹോ കോട്ടയുണ്ട്, പിന്നെ ഹായി ഉണ്ട്. ഇതൊന്നും അവരോട് നേരിട്ട് പറഞ്ഞില്ല. എല്ലാ കാര്യവും നേരിട്ട് ഒന്നും ഇവൻ പറയത്തില്ല. കർത്താവിൻ്റെ പദ്ധതി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ള കാര്യം കാണിക്കും. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഈ വിഷമങ്ങളും ഭാരങ്ങളും എല്ലാം ദൈവം നമ്മെ ആദ്യമേ അറിയിച്ചിരുന്നെങ്കിൽ നമ്മുടെ സമനിലയ്ക്ക് ഇച്ചിരി പ്രയാസം വന്നേനെ. അതുകൊണ്ടാണ് തമ്പുരാൻ നേരത്തെ പറയാത്തേ. ഒന്ന് കഴിയുമ്പം അടുത്ത പാദം വെക്കാനുള്ള സാവകാശവും അനുഗ്രഹവും വാഗ്ദത്വവും ദൈവം നമുക്ക് തരും. അതുകൊണ്ട് ഇവരോട് പറഞ്ഞില്ല. യാത്ര പുറപ്പെട്ടപ്പോൾ ഇവരോട് പറഞ്ഞില്ല നിങ്ങൾക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുമെന്ന്. സ്തോത്രം. ഈ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്ര അല്ലെങ്കിൽ കനാൻ നാട് എന്ന് പറയുന്നത് സ്വർഗമല്ല. നമുക്കറിയാം സ്വർഗത്തിൽ യുദ്ധമില്ല, ശത്രുക്കളില്ല. അത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് നിഴലായി നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ അവർ ഈ യാത്ര പുറപ്പെട്ടപ്പോൾ വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് അവർ യാത്ര പുറപ്പെട്ടത്, വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്ര. സ്തോത്രം. എന്നാൽ ഇവരിപ്പോൾ വന്നിരിക്കുന്നത് ഒരു വലിയ തടസ്സത്തിന്റെ മുമ്പിലാണ്. മുമ്പോട്ട് പോകുവാൻ മാർഗമില്ല. പ്രതീക്ഷിക്കാത്ത തടസ്സം അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ നനച്ചിരിക്കാത്ത പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ, മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇവർക്കുണ്ടായതുപോലെ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ ജീവിതയാത്രയിൽ ഉണ്ടാകുന്നു. രോഗങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, കടഭാരങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രതീക്ഷിക്കാത്ത പല വിഷയങ്ങളും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ മുമ്പോട്ട് നയിക്കാതെ തടഞ്ഞു നിർത്തുന്ന അനുഭവമുണ്ട്. ഇവിടെ സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവര് നമുക്കറിയാം, ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യമാണ്. ഇരുപുറവും വൻമതിലുകൾ, പുറകിൽ ഫറവോന്റെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ. യാത്ര മുമ്പോട്ട് തുടരുവാൻ കഴിയാതെ ദേവറിനെ ട്രാപ്പ്, അവരൊരു ട്രാപ്പിലകപ്പെട്ട് നിൽക്കുക. സ്തോത്രം, സ്തോത്രം. ഒരു ട്രാപ്പിലകപ്പെട്ട് നിൽക്കുക. സാധാരണഗതി നമ്മൾ വിചാരിക്കും നമ്മൾ ട്രാപ്പിലായി പോയല്ലോ, അല്ലെ ഇസ്രായേൽ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ട്രാപ്പിലായി പോയല്ലോ, മുമ്പോട്ട് പോകാനൊക്കത്തില്ലെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവമാണ് വിളിച്ചിറക്കിയതെങ്കിൽ നിന്നെ ട്രാപ്പിലാക്കാനല്ല, ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ വിളി കേട്ടാണ് നിങ്ങൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ, ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയെങ്കിൽ, വഴിമധ്യേ തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ തടയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആഴിയിൽ പാതയൊരുക്കുവാൻ, ചെങ്കടലിൽ വഴിയൊരുക്കുവാൻ, ഒരു വഴി അടയുമ്പോൾ 7 വഴികൾ തുറക്കുവാൻ കഴിയുള്ള ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. സ്തോത്രം. തകർന്നു പോയല്ലോന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷേ വഴിയൊരുക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ തീർന്നു മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ലെന്ന് ശുശ്രൂഷയിൽ, ജീവിതത്തിൽ നാം ചിന്തിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നമ്മളെ ട്രാപ്പിലാക്കാനല്ല ഇവിടെ സംഭവിച്ചത്. ദൈവം തീരുമാനിച്ചു. കഴിഞ്ഞ നാളുകളിൽ ഇസ്രായേൽ ജനത്തെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ച ഇവരെ ട്രാപ്പിലാക്കാനാ നീങ്ങിയുടെ ഇവിടെ വന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ട്രാപ്പിലാക്കാനല്ല, നമ്മുടെ ശത്രുവിനെ ഇവിടെ വരുത്താനാ ദൈവം ഈ ട്രാപ്പിളക്കിയത്, നമ്മെ ട്രാപ്പിലാക്കാനല്ല. ഹല്ലേലൂയ. ഫറവോനും സൈന്യവും ട്രാപ്പിലാകത്തക്ക വിധത്തിൽ, നമ്മുടെ ശത്രു ട്രാപ്പിലാകത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞിട്ടാ അവിടെ വന്നത്. ദൈവമാണ് ലീഡ് ചെയ്തത്, അല്ലേ? ദൈവമാണ് ഇസ്രായേൽ ജനത്തെ ലീഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. യഹോവയുടെ ദൂതൻ അവരുടെ മുമ്പായി പോവുകയാണ്. സ്തോത്രം. അപ്പൊ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ
തടസ്സങ്ങൾ വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കാം. ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്തുവാ? നിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയരുതേ. സ്തോത്രം. എൻ്റെ കിരീടം നഷ്ടപ്പെട്ടാൽ എനിക്ക് വിഷയമല്ല, എൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടാൽ എനിക്ക് വിഷയമല്ല, എൻ്റെ സ്ഥാനം പോയാലും എനിക്ക് വിഷയമല്ല. പിന്നെ എന്തോ ചെയ്യരുത്? അതൊന്നുമല്ല വിഷയം. എനിക്ക് വിഷയം നിന്റെ സാന്നിധ്യമാ. ഹല്ലേലൂയ. എന്റെ കിരീടമല്ല വലുത്, നിന്റെ സാന്നിധ്യമാണ് എനിക്ക് വലുത്. സ്തോത്രം. എന്റെ സമ്പത്തല്ല വലുത്, പട്ടാളമല്ല വലുത്. ദൈവമേ, നിന്റെ സാന്നിധ്യമാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്. നിന്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുതേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ദൈവത്തിന്റെ സന്നിധിയാ. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവ സന്നിധിയിൽ ആനന്ദം അനുഭവിക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, ദൈവ സന്നിധിയാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. യാത്രയിൽ വേറെ ഒരു കാര്യവും മോശ ദൈവത്തോട് ചോദിച്ചില്ല. ദൈവദാസന്മാരൊക്കെ എന്നെക്കാട്ടി വിവരവും പരിജ്ഞാനമുള്ളവർ, അവർക്കത് അറിയാവുന്ന കാര്യമാണ്. സ്തോത്രം. യാത്ര വേറെ ഒന്നും ചോദിച്ചില്ല, സമ്പത്ത് ചോദിച്ചില്ല, സൈന്യത്തെ ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. പിന്നെ മോശ എന്തോ ചോദിച്ചേ? നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒന്നുമില്ലേലും, ഭൗമികമായത് ഒന്നുമില്ലേലും, കാവൽക്കാരില്ലെങ്കിലും, പട്ടാളമില്ലെങ്കിലും, സമ്പത്തില്ലെങ്കിലും, കിരീടമില്ലെങ്കിലും, ദൈവത്തിന് സ്തോത്രം, നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അതും മതി. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതയാത്രയിൽ നമുക്ക് ആവശ്യം ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത കാണണമെങ്കിൽ ദാവീദിനെ നോക്കണം. ദാവീദ് പല പ്രാവശ്യവും അഭിഷേകം ചെയ്യപ്പെട്ട് രാജാവായിട്ട്, പക്ഷെ ദാവീദ് നൃത്തം ചെയ്തോ? രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ദാവീദ് നൃത്തം ചെയ്തെന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരു കൈയിൽ ഗോലിയാത്തിന്റെ തലയും മറ്റേ കൈയിൽ ഗോലിയാത്തിന്റെ വാളുമായി മുമ്പോട്ട് വരുന്ന ദാവീദ് നൃത്തം ചെയ്തായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. രാജാവായി കിരീടധാരണം ചെയ്യപ്പെട്ടപ്പോൾ ദാവീദ് മാറി നൃത്തം ചെയ്തെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ദാവീദ് നൃത്തം ചെയ്ത ഒരൊറ്റ സന്ദർഭത്തിലേ ഉള്ളൂ. എപ്പോഴാ? യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപാകെ, യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പാകെ ദാവീദ് നൃത്തം ചെയ്തു. സ്തോത്രം. തന്നെ രാജാവാക്കിയപ്പോൾ താൻ നൃത്തം ചെയ്തില്ല. ഗോലിയാത്തിന്റെ തല കയ്യിലെടുത്തപ്പോൾ നൃത്തം ചെയ്തില്ല. സ്തോത്രം. ശമൂവേലിന്റെ മുമ്പിൽ നൃത്തം ചെയ്തില്ല. എന്നാൽ ദൈവ സാന്നിധ്യത്തിന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ അവൻ തന്നെ മറന്ന് നൃത്തം ചെയ്തു. പഞ്ഞുനൂലെങ്കിലും ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നൃത്തം ചെയ്ത ദാവീദ് ഇന്ന് രാവിലെ നമ്മോട് പറയുന്നു, ദൈവ സാന്നിധ്യം നമുക്ക് നൃത്തം ചെയ്യാനുള്ള സ്ഥലമാ, ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാ, നമ്മെ തന്നെ മറക്കാനുള്ള സ്ഥലമാ. മീകൾ കളിയാപ്പ പറഞ്ഞ്, നിന്റെ അപ്പനെ കാട്ടിലും വനാന്തരങ്ങളിൽ ആട് മേയിച്ചുകൊണ്ട് നടന്ന എന്നെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. സോദരൻ മുമ്പേ ദൈവദാസൻ സങ്കീർത്തനം വായിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്ക്. പ്രൈസ് ദി ലോർഡ്. എന്തെന്ത് പ്രയാസങ്ങളിൽ കൂടെ നമ്മൾ കടന്നു വന്നു, എന്തെന്ത് വിഷമങ്ങളിൽ കൂടെ കടന്നു വന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആടുകളെ മേയിക്കുന്ന പുൽപ്പുറത്ത് നിന്ന് നിന്റെ അപ്പന്റെ കസേരയിൽ എന്നെ കയറ്റിയിരുത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് എങ്ങനെ നൃത്തം ചെയ്യാതിരിക്കാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ വിളിച്ചിറക്കിയ കാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പുറകോട്ടൊന്ന് ചിന്തിച്ച് ഒരു മിനിറ്റ് ചിന്തിക്ക്. ദൈവമേ, ഇതുവരെ നീ എന്നെ കൊണ്ടുവന്നല്ലോ എന്നോർത്ത് ദാവീദിനെ പോലെ ഇന്ന് രാവിലെ ആരാധനയിൽ നൃത്തം ചെയ്യുവാൻ ദൈവമേ തന്നെ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയൊരു പറ്റെന്നറിയാമോ? മിസ്രൈമിന്റെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടിവിക്കാൻ ദൈവം ശക്തനാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ ഈ ചെങ്കടലിൽ നിന്ന് അവരെ കരകയറ്റാൻ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ പറയുക, നമുക്ക് തിരിച്ചു പോയേക്കാവുന്നു. സ്തോത്രം.
നമുക്ക് തിരിച്ചു പോയേക്കാം, അവിടുത്തെ തല്ല ഇതിൽ നല്ലതെന്ന് അവർ പറയുന്നത്. ഫറവോന്റെ 10 ബാധകൾ അയച്ച ഫറവോന്റെ അടിമ നുഖത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെങ്കടല ദൈവത്തിന് ഒന്നുമില്ലെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ വഴി തുറന്ന് ദൈവം നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിന്റെ ചെങ്കടൽ എന്തായാലും സ്തോത്രം, അതൊരു പക്ഷേ സാമ്പത്തികമാകാം, അതൊരു പക്ഷേ കുടുംബപരമാകാം, അതൊരു പക്ഷേ നിന്റെ ശുശ്രൂഷയ്ക്കെതിരാകാം, തലമുറയ്ക്കെതിരാകാം. ഇന്ന് രാവിലെ നീ ഒരു ചെങ്കടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മുമ്പിൽ ഒരു ചെങ്കടലുണ്ടെങ്കിൽ, ഇസ്രായേൽ ജനത്തിന് ചെങ്കടലായിരുന്നു. നമ്മുടെ ചെങ്കടല് നമ്മുടെ പ്രശ്നങ്ങളാ, നമ്മുടെ ഭാരങ്ങളാ, നമ്മുടെ ബുദ്ധിമുട്ടുകളാ. ഇന്ന് രാവിലെ നീ അനുഭവിക്കുന്ന ചെങ്കടലിൽ പതറി നിൽക്കാനല്ല, വിളിച്ചവന്റെ മുഖത്തേക്ക് നോക്ക്, വിളിച്ചിറക്കിയവന്റെ മുഖത്തേക്ക് നോക്ക്, വിളിച്ചിറക്കിയവന്റെ മുഖത്തേക്ക് നോക്ക്. Praise the Lord. Praise the Lord. ജനമെല്ലാം കൂടെ മോശെ, ശുശ്രൂഷന്മാർക്കാണ് ലീഡി വരുന്നത്. സ്തോത്രം, ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. ജനമെല്ലാം കൂടെ മോശയുടെ നേരെ തിരിഞ്ഞു. നീ ഒറ്റ ഒരുത്തനെ എന്റെ കാരണക്കാരൻ, നിന്നെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞു ഒരർത്ഥത്തിൽ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷെ മോശ പേടിച്ചില്ല. മോശ നേരെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. ദൈവമേ, നീയാണ് എന്നെ വിളിച്ചിറക്കിയത്. യോഗ്യതയില്ലായിരുന്ന എന്നെ അതേൽ ഈ ശുശ്രൂഷ തന്നത് നീയാണ്. നിന്റെ വേലയ്ക്കായി എന്നെ വിളിച്ചത് നീയാണ്. ഈ വിഷയത്തിന്റെ മധ്യത്തിൽ പരിഹാരം തരണമേ എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയോട് സംസാരിച്ചു. ശുശ്രൂഷകളിൽ നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ വിളിച്ചിറക്കിയവന്റെ മുഖത്തേക്ക് നോക്ക്. ശത്രു നിന്നെ പരിഹസിക്കാൻ ദൈവം ഇടവരുത്തുകയില്ല. ശത്രു നിന്റെ മേൽ ജയം കൊള്ളാൻ ദൈവം ഇടവരുത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. വിളിച്ചിറക്കിയവൻ വിശ്വസ്തൻ, വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നവരല്ല. സ്തോത്രം. വിശ്വസിക്കാമോ? വിളിച്ചിറക്കിയ ദൈവം വഴിയിൽ ഇട്ടേച്ച് പോകത്തില്ലെന്ന് നമ്മൾ പാടുന്നുണ്ട്. നമ്മൾ ബൈബിളിൽ തന്നെ വാക്യമുണ്ടല്ലോ. ഞാൻ നിന്നെ ഒരു പാട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരളിയ കരുണാനിധി, കരം പിടിച്ച് അനുദിനം മരുഭൂമിയിൽ നടത്താവൻ ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ ഓരോ നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി, ഞാൻ നിന്നെ ഓരോ നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി, പിടിച്ചനുദിനം മരുഭൂമിയിൽ നടത്താമൻ ഉരച്ചവൻ ഓരോ നാളും മറക്കുകയില്ല. അനുദിനം മരുഭൂമിയിൽ നടത്താമൻ ഉരച്ചവൻ ഓരോ നാളും മറക്കുകയില്ല. വിശ്വസിക്കാമോ? ഇന്ന് രാവിലെ സ്തോത്രം. വിളിച്ച ദൈവം വിശ്വസ്തൻ. ശത്രു നിന്റെ മേൽ ജയം കൊള്ളാൻ അവൻ അനുവദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ശത്രു ഏത് വഴിയടച്ചാലും അതിൻ്റെ മീതെ പെരുവഴി ഒരുക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുവാൻ തയ്യാറുള്ള ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ അവർക്കൊരു കാര്യം അറിയായിരുന്നു, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. പക്ഷെ ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിന്ന് വിടുവിക്കാൻ ശക്തിയുണ്ടെന്ന് അവർ മനസ്സിലാക്കിയില്ല. അവർ വിശ്വസിച്ചില്ല, ചിന്തിച്ചില്ല. നമ്മൾ അതുപോലെ പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന് നമുക്ക് വിടുതൽ തരുവാൻ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു. നമ്മൾ കൃപയിലേക്ക് വന്നു. പക്ഷെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പം അതിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് ഇതിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ശക്തി ഉണ്ടോ എന്നുള്ള സംശയം ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. സ്തോത്രം. ദൈവവൈദ്യലി സാത്താന്റെ അടിമത്തത്തിൽ നിന്നെ വിടുവിക്കുവാൻ ശക്തിയുള്ള ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ മുമ്പിലുള്ള ചെങ്കടലിൽ നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് ഇന്ന് രാവിലെ നാം വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. നീ കടന്നു പോകുന്ന ചെങ്കടലിൽ ചെങ്കൽ പാതി ഒരുക്കുവാൻ ലോകത്തിൽ ഒരിക്കലും സാധ്യമല്ലാത്ത വിധത്തിൽ പുതിയ പാത വെട്ടിത്തുറക്കാൻ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. വിളിച്ചവൻ വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ പ്രശ്നത്തിൽ വിടുവിക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചില്ല. പക്ഷെ സംഗതികൾ മുമ്പോട്ട് പോയി.
അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, പക്ഷേ ആ വ്യഥാവ് ഒന്നുകൂടെ വായിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പെട്ടെന്ന് ഒന്നുകൂടെ മനസ്സിലാക്കാൻ കഴിയും. ആ ആ ആ ആ ആ മതി. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. രണ്ട് കൂട്ടർക്ക് എന്തുവാ? മേഘവും അന്ധകാരവും. ആണോ ഭാഷേ? ആണോ? രണ്ട് കൂട്ടർക്കും ഇരുട്ട്, അന്ധകാരമാണ്. പക്ഷെ അവിടെ സംഭവിച്ചൊരു കാര്യം അറിയാമോ? ഒരു കൂട്ടർക്ക് അന്ധകാരമായിരിക്കുമ്പോൾ മറ്റേ കൂട്ടരുടെ അന്ധകാരം പ്രകാശമാക്കി ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിൽ അന്ധകാരമാ, രണ്ട് കൂട്ടർക്കും ഇരുട്ടായിരുന്നു. പക്ഷെ ദൈവം തമ്പുരാൻ തീരുമാനിച്ചു ഇവരുടെ ഇരുട്ട് മാറ്റിക്കൊടുത്തേക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ നാം രാത്രിയിലാകും, പക്ഷെ ഇരുളിലാവുകയില്ല. നാം രാത്രിയിലാകും, പക്ഷെ ഇരുളിലാവുകയില്ല. രണ്ടു കൂട്ടർക്കും അന്ധകാരമാ, പക്ഷേ എന്റെ അന്ധകാരം തമ്പുരാൻ നീക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസിക്കും അവിശ്വാസിക്കും അന്ധകാരം ഉണ്ടാകും, രാത്രിയുടെ അവസ്ഥകൾ കടന്നു വരും. പക്ഷെ നിന്റെ അന്ധകാരത്തെ യഹോവ പ്രകാശമാക്കും. സ്തോത്രം. അതാ വ്യത്യാസം. എന്തെല്ലാം പ്രശ്നം വന്നിട്ട് ഇന്നും ദൈവത്തെ ആരാധിക്കുന്ന രഹസ്യം എന്താണെന്നറിയാമോ? എന്റെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഭാരങ്ങളില്ലാഞ്ഞിട്ടല്ല, എനിക്ക് വിഷമങ്ങളില്ലാഞ്ഞിട്ടല്ല, എനിക്ക് രോഗം വരാഞ്ഞിട്ടല്ല, എനിക്ക് ഭൗതികമായ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഒരുവൻ എന്നോട് കൂടെയുണ്ട്. മറ്റവരുടെ ജീവിതത്തിൽ ഒരു നിസാര കാര്യം വരുമ്പം ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് ചിന്തിക്കൂല്ലേ? നമ്മളെന്നെ അങ്ങനെ ചിന്തിക്കാത്തേ? ഈ അന്ധകാരം എന്നും നിൽക്കത്തില്ല. നേരം വെളുക്കും, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. സ്തോത്രം. അന്ധകാരത്തെ പ്രകാശമാക്കുവാൻ കഴിവുള്ളവൻ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, നീ എന്തിനാ പേടിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 18-ാം സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യം. നീ എന്റെ ദൈവത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ പറഞ്ഞാട്ട് എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. സ്തോത്രം. അന്ധകാരം ഇല്ലാഞ്ഞിട്ടല്ല, അന്ധകാരം ഉണ്ടെന്നേ. സ്തോത്രം. പക്ഷെ എന്റെ വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഒരു സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പ്രത്യാശയോടെ ജീവിക്കുന്നത്. പ്രശ്നം വന്നാലും തളർന്നു പോകാത്തതിന്റെ കാരണം എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഒരുവൻ എന്നോട് കൂടെ ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 4-ാം വാക്യം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. സ്തോത്രം. അന്ധകാരമുള്ളവർ അന്ധകാരത്തിൽ നിൽക്കുമ്പം എനിക്കൊരു പ്രകാശമുണ്ട്, എൻ്റെ ഹൃദയത്തിനകത്തൊരു പ്രകാശമുണ്ട്. യേശു ക്രിസ്തു ആകുന്ന സത്യ വെളിച്ചം എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് എൻ്റെ അന്ധകാരത്തെ ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഒരുവൻ എന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം 12-ാം വാക്യം. യോഹന്നാൻ 8:12. എന്താ വ്യത്യാസം? നമ്മൾ ആരെ അനുഗമിക്കുന്നേ? എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിലുള്ളവരാകും. ഇരുള് നമുക്കെല്ലാം ഉണ്ട്, അവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. പക്ഷെ അവർക്കില്ലാത്ത ഒന്ന് നമുക്കുണ്ട്. നമുക്കൊരു പ്രകാശം, നമുക്കൊരു വെളിച്ചം. സ്തോത്രം. ഇന്ന് രാവിലെ ഈ ഇരുട്ട് കണ്ടോണ്ട് നിരാശപ്പെടാതെ ഒരു കാര്യം ചിന്തിച്ചോണം. നീ ഏത് ഇരുട്ടിൻ്റെ അവസ്ഥയിൽ കൂടെ പോയാലും ആ ഇരുട്ടിനെ പ്രകാശമാക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ബാക്കി ഭാഗങ്ങളോട് പെട്ടെന്ന് ഓടിച്ചങ്ങ് വായിച്ചു. ബാക്കി അതിൻ്റെ മുമ്പിലൊരു ഭാഗമുണ്ട്.
ഇസ്രയേലിന്റെ സൈന്യവും മിസ്രയീമിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം. സ്തോത്രം. മിസ്രയീമിന്റെ സൈന്യവും ഇസ്രയേലിന്റെ സൈന്യവും. ഞാൻ നിങ്ങളോട് വളരെ വളരെ ശാന്തമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഈ മിസ്രയീമിൽ കിടന്ന അടിയും കൊണ്ട് ഊഴവേലയും ചെയ്ത് എല്ലും തൊലിയുമായി വന്ന ഈ ജനത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുക, എൻ്റെ സൈന്യം. അവർക്ക് ആയുധമുണ്ടോ? ഇല്ല. കുറെ ആടോ മാടോ ഒക്കെ ഉള്ളൂ. ഫറവോന് സൈന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. മിസ്രയീമിന് സൈന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ പടയാളികളിലെ രഥങ്ങൾ ഒക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇസ്രയേലിന്റെ സൈന്യം, ഇസ്രയേലിൻ്റെ കൂടെ സൈന്യം ഉണ്ടായിരുന്നോ? ദേവദാസന്മാരെ ഒന്ന് കോപ്പറേറ്റ് ചെയ്ത്. ഇസ്രയേലിൻ്റെ കൂടെ സൈന്യം ഉണ്ടായിരുന്നോ? പക്ഷെ ദൈവം എന്നാ പറഞ്ഞേ? എന്തോ ദൈവം പറഞ്ഞേ? മിസ്രയീമിന്റെ സൈന്യവും ഇസ്രയേലിന്റെ സൈന്യവും, അടി കൊണ്ട് ക്ഷീണിച്ച ശരീരം, പട്ടിണി കിടന്ന കുറെ പട്ടിണിക്കോലം, കുറെ വളർത്തു മൃഗങ്ങൾ, അവരെ നോക്കിക്കൊണ്ട് ദൈവം പറയുക, ഇസ്രയേലിന്റെ സൈന്യം. മറ്റുള്ളവർ കാണുന്നത് പോലെ അല്ല ദൈവം നമ്മളെ കാണുന്നത്. സ്തോത്രം. നിന്റെ അയലോക്കത്തുകാർ കാണുന്നത് പോലെ അല്ല ദൈവം നിന്നെ കാണുന്നത്. സ്തോത്രം. നിന്റെ കൂട്ടുവിശ്വാസികൾ പോലും നിന്നെ കാണുന്ന പോലെ അല്ല ദൈവം നിന്നെ കാണുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അടി കൊണ്ട് എല്ലും തോലുമായ ജനതയെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഇസ്രയേലിന്റെ സൈന്യം. സ്തോത്രം. കയ്യിൽ എന്തുണ്ടെന്നുള്ളതല്ല വിഷയം, കൂടെ ആരുണ്ടെന്നുള്ളതാ വിഷയം. സ്തോത്രം. നിന്റെ കയ്യിൽ എന്തൊക്കെ ആയുധമുണ്ടെന്നുള്ളതല്ല വിഷയം, നിന്റെ കയ്യിൽ എന്തൊക്കെ ആയുധമുണ്ടെന്നുള്ളതല്ല വിഷയം, കൂടെ ആരുണ്ടെന്നുള്ളതാ വിഷയം. ഫറവോന്റെ സൈന്യം എത്ര ശക്തമാണെങ്കിലും സൈന്യങ്ങളുടെ അധിപതിയായ യഹോവയുടെ സാന്നിധ്യം അവന്റെ കൂടെയുള്ളപ്പോൾ കയ്യിലുള്ളത് കാര്യമില്ല, കൂടെയുള്ളവൻ ആരാണെന്നുള്ള വ്യത്യാസം. ഇന്ന് രാവിലെ ജീവിതയാത്രയിൽ ശത്രു നിന്നോട് എതിരിടുമ്പോൾ കൂടെയുള്ളവനെ നോക്ക്. കയ്യിൽ കാര്യമായിട്ടൊന്നും കാണത്തില്ല, പക്ഷെ കൂടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ വിജയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സാറേ, സമയം മുമ്പോട്ട് പോകുന്നു, പെട്ടെന്ന് വായിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ. രാത്രി മുഴുവൻ ഒത്തിരി കാര്യങ്ങൾ നടക്കുക അല്ലേ? ദൂതം പുറകെ നിൽക്കുന്നു, മേഘം പുറകെ പോയി നിൽക്കുന്നു, സൈന്യം അടുത്തു വരുന്നു. ഒത്തിരി നിന്നെ തകർക്കാൻ വേണ്ടി സകല പരിപാടിയും രാത്രി നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. രാത്രി മുഴുവൻ ഒത്തിരി കാര്യങ്ങൾ ശത്രു കോപ്പ് കൂട്ടും, നിനക്കെതിരെ കഴിവുമരം ഉണ്ടാക്കും. സ്തോത്രം. രാത്രി മുഴുവനും തകർക്കാൻ ശത്രു പദ്ധതിയിടും. സ്തോത്രം. അടുത്ത വാക്യം നാം വായിക്കുന്ന ഇങ്ങനെയാണ്, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് ഇസ്രായേലിനെ നോക്കി. സ്തോത്രം. രാത്രി എന്നും നിൽക്കയില്ല, രാത്രി എന്നും നിൽക്കയില്ല. ദൈവം എഴുന്നേൽക്കുന്ന ഒരു പ്രഭാതമുണ്ട്. സ്തോത്രം. നിന്റെ രാത്രി എന്നും നിൽക്കുകയില്ല, നിന്റെ കഷ്ടത എന്നും നിൽക്കുകയില്ല, നിന്റെ പ്രയാസങ്ങൾ എന്നും നിൽക്കുകയില്ല. രാത്രി തീരും. ദൈവം നിന്റെ ജീവിതത്തിൽ എഴുന്നേൽക്കുന്ന ഒരു പ്രഭാതമുണ്ട്. സ്തോത്രം. എന്നും നീ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമെന്ന് ചിന്തിക്കണ്ട, എന്നും ഈ ഭാരമാണെന്ന് ചിന്തിക്കണ്ട, എന്റെ ശുശ്രൂഷ ഇങ്ങനെയാണെന്നും ചിന്തിക്കണ്ട. രാത്രി എന്നും നിൽക്കുകയില്ല. ദൈവം രാവിലെ നിന്റെ ജീവിതത്തിൽ എഴുന്നേൽക്കും. യഹോവ എഴുന്നേൽക്കുന്ന ഒരു പ്രഭാതമുണ്ട്. വിശ്വസിക്കാൻ തയ്യാറുള്ളവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ജീവിതത്തിൽ ദൈവം എഴുന്നേൽക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. എന്റെ ജീവിതത്തിന്റെ അന്ധകാരം കഴിയും, എന്റെ ജീവിതത്തിന്റെ അന്ധകാരം കഴിയും. ദൈവം എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. എന്റെ തലമുറയുടെ വിഷയത്തിൽ, എന്റെ ജോലിയുടെ വിഷയത്തിൽ, എന്റെ ശുശ്രൂഷയുടെ വിഷയത്തിൽ ദൈവം എഴുന്നേൽക്കും, ദൈവം എഴുന്നേൽക്കും, ദൈവം എഴുന്നേൽക്കും, ദൈവം എഴുന്നേൽക്കും.
Audala raudala hamdala rajara baudala vaushala raudala hamdala rajara baudala baudala haptana raja rajala baudala haptana rajara baudala hapshala raudala baudala 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 vausharada. Praise the Lord. പ്രഭാതയാമത്തിൽ ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു? എന്തിനാ രാത്രി കഴിയാൻ വേണ്ടി നോക്കിയിരുന്നേ? എന്തിനാ രാത്രി കഴിയാൻ വേണ്ടി നോക്കിയിരുന്നേ? എന്തിനാ? ശത്രു കോപ്പ് കൂട്ടി ഉടനെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? രാത്രി വരെ എന്തിനാ വെയിറ്റ് ചെയ്തേ? സ്തോത്രം. കഷ്ടത വന്ന ശേഷം, പ്രയാസം വന്ന ശേഷം വിടുതലും സൗഖ്യവും പൂർണ്ണമായിട്ട് അനുഭവിക്കാനൊക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിലേ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ വില നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. സ്തോത്രം. കഷ്ടതയില്ല, പ്രയാസം വന്ന ഉടനെ ദൈവത്തിന് വിടുവിക്കാമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതല്ല. ദൈവത്തിന് സ്തോത്രം. നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കണ്ണിലേക്ക് നോക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം വെയിറ്റ് ചെയ്തു. ഞാൻ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാം. ഈ പെന്തക്കോസിലേക്ക് കടന്നു വന്നവരിൽ ഭൂരിഭാഗവും അവരുടെ തകർച്ചയിലൂടെ ആ ദൈവത്തെ കണ്ടുമുട്ടിയേ. സ്തോത്രം. അവരുടെ വിഷമത്തിൽ കൂടെ ആ ദൈവത്തെ കണ്ടുമുട്ടിയേ. ഈ വലിയ വലിയ വീരന്മാരൊക്കെ ഇപ്പം പെന്തക്കോസിലുണ്ട്. അവരുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായില്ലെങ്കിൽ അവരെ കണ്ട് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നുണ്ടോ? സ്തോത്രം. തകർച്ചയിലൂടെ വന്നവരാ പെന്തക്കോസിൽ ഭൂരിഭാഗവും. സ്തോത്രം. തകർച്ച അറിഞ്ഞവനെ വിടുതലിന്റെ വില മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. കഷ്ടത അറിഞ്ഞവനെ ജീവിതത്തിന്റെ സൗഖ്യത്തിന്റെ വില അറിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പട്ടിണി അറിയാവുന്നവനെ പട്ടിണിയുടെ വില അറിയത്തുള്ളൂ. സ്തോത്രം. അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ കഷ്ടത, നിന്റെ ജീവിതത്തിന്റെ രോഗം, നിന്റെ ജീവിതത്തിന്റെ ബന്ധനം ദൈവത്തിന് സ്തോത്രം നിന്നെ തകർക്കാനല്ല, ദൈവത്തോട് ഒന്നുകൂടി അടുപ്പിക്കാനാണ്. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. 29 സങ്കീർത്തനം, യെരമ്യാ 29 സ്തോത്രം 11 മുതൽ 11 വാക്യം വായിച്ചാലും മതി. യെരമ്യാ 29. ദൈവമക്കളെ ഈ ചെങ്കടൽ നിന്നെ തകർക്കാനല്ല. സ്തോത്രം. നിന്നെ ഇവിടെ നശിപ്പിക്കാനല്ല. സ്തോത്രം. ദൈവം പറയുക, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്. ഒന്നുകൂടെ വായിച്ച വാക്യം. ഒരു മിനിറ്റ് ആ വാക്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങളെക്കുറിച്ച് ചില നിരൂപണമുണ്ടെന്ന്. ഇംഗ്ലീഷിൽ പറയുകയാണെ ഗോഡ് ഈസ് തിങ്കിങ് യു ഓൾവേസ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തയുള്ളവനാണെന്ന്. സ്തോത്രം. എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടെന്ന്. എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, സെൻട്രൽ ഭാഷയും ഇല്ല, മെയിൻ ഭാഷയും ഇല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ലോക്കൽ ഭാഷയും ഇല്ലെന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പറയാം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്. ആരുമില്ലെന്ന് വന്നാലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഐ ഹാവ് സം തോട്ട്സ് അബൌട്ട് യു. എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സന്തോഷമുണ്ടോ? ദൈവത്തിന് എന്നെക്കുറിച്ച് ചിന്തയുണ്ടെന്ന്. ഈ ലോകത്തിലെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന തമ്പുരാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നെന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ ഇന്ന് രാവിലെ? ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് വായിച്ച്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഇത് പറയുന്ന ആരോടെന്നറിയാമോ? ബാബിലോണി അടിമത്തത്തിൽ കിടക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ അടിമത്തത്തിൽ കിടക്കുക, പക്ഷേ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ അടിമത്തം മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾക്കൊരു ശുഭഭാവി വരാൻ പോകുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയാ. അതിനുവേണ്ടി ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾക്കൊരു ശുഭഭാവിക്കായി ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. വാക്യം വായിച്ച വാക്യം ശ്രദ്ധിച്ചേ. അതെന്തിനാ? നമ്മുടെ ചിന്ത നമ്മളെക്കുറിച്ച് തിന്മയ്ക്കായിരിക്കും, ശത്രുവിന്റെ ചിന്ത നമ്മെക്കുറിച്ച് തിന്മയ്ക്കായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ചിന്ത നമ്മളെക്കുറിച്ച് എന്തുവാ?
തിന്മയ്ക്കല്ല. രാവിലെ വിശ്വസിക്കുക. സ്തോത്രം. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ചിന്ത തിന്മയ്ക്കല്ല, 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 തിന്മയ്ക്കല്ല. അത് നന്മയ്ക്ക് വേണ്ടിയാണ്. എന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ദൈവം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം പെട്ടെന്ന് വായിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. എന്തോ ചെയ്യണം? എൻ്റെ സന്നിധിയിൽ വരണം, പ്രാർത്ഥിക്കണം. ശത്രു നിന്നെക്കുറിച്ച് തിന്മയാണ് ചിന്തിക്കുന്നേ. ഒരുപക്ഷെ നിന്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒക്കെ നിന്നെക്കുറിച്ച് തിന്മയാണ് ചിന്തിക്കുന്നേ. പക്ഷെ ദൈവം നമ്മെക്കുറിച്ച് തിന്മ ചിന്തിക്കുന്നവനല്ല, നമ്മെക്കുറിച്ച് നന്മ ചിന്തിക്കുന്ന ഒരു ദൈവമാണ്. നീ തകർന്നു പോകുകയില്ല ദൈവ പൈതലേ. എല്ലാവരും കാണുക, നിനക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കുമെന്ന് ഇന്ന് രാവിലെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സാറേ വാക്യം കൂടെ പുറപ്പാട് പുസ്തകത്തിലെ വാക്യം കൂടെ വായിച്ച് പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു. പെട്ടെന്ന് വായിച്ചോ. സ്തോത്രം. ഒരു സെക്കൻഡ്. നേരം വെളുത്തു, പ്രഭാതമായി. ശത്രു തകർക്കാൻ വേണ്ടി കോപ്പ് കൂട്ടി പുറകെ നടക്കുക. പക്ഷെ പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് ഫറവോന്റെ സൈന്യത്തെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. പടപൊരുതി സൈന്യക്കായിട്ട് നശിപ്പിക്കാൻ പുറകെ വന്ന പാർട്ടിയുടെ സകല പരിപാടി അവസാനിപ്പിച്ചു. അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് യഹോവ ഫറവോനെയും സൈന്യത്തെയും നോക്കി. നിന്നെ തകർക്കാൻ കൊണ്ടുവരുന്ന സകല ആയുധങ്ങളും ശത്രു കൊണ്ടുവരട്ടെ. അഗ്നിവേഗ സ്തംഭത്തിൽ നിന്ന് തമ്പുരാനൊന്ന് നോക്കിയാൽ മതി. നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ശത്രു പരാജയപ്പെടും. ദൈവത്തിന് സ്തോത്രം. അഗ്നിവേഗ സ്തംഭത്തിൽ നിന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് ഒന്ന് നോക്കി. ഫറവോന്റെ രഥചക്രങ്ങൾ താറുമാറായി. ഒറ്റ നോട്ടം. ഉണ്ടാക്കിക്കൊണ്ടുവന്ന സൈന്യം മുഴുവൻ തവിട് മൂടി. വിശ്വസിക്കാമോ? ഇന്ന് രാവിലെ ശത്രു കെട്ടിക്കൊണ്ടുവരുന്ന സകല ആയുധങ്ങളും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഓരായുധവും ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ശത്രു കൊണ്ടുവരുന്ന ഒരായുധവും ഫലിക്കയില്ല. യഹോവ പ്രഭാതയാമത്തിൽ അഗ്നിവേഗ സ്തംഭത്തിൽ നിന്ന് നോക്കി. ഫറവോന്റെ രഥചക്രങ്ങൾ താറുമാറായി. ശത്രുവിന്റെ രഥചക്രങ്ങൾ താറുമാറായി. അവന്റെ പടക്കോപ്പുകൾ പരാജയപ്പെട്ടു. അവന്റെ കുതിര പരാജയപ്പെട്ടു. അവന്റെ രഥങ്ങൾ പരാജയപ്പെട്ടു. താറുമാറായി പോയി. ചക്രം തെറ്റിപ്പോയെന്ന് മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? താൻപരാൻ നിന്നെ ഈ ചെങ്കടലിൽ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? അജപാലകരായി ആഹാരം തേടി മിസ്രൈമിലേക്ക് കടന്നു വന്ന യഹൂദാ ജനത്തെ ഊഴിയവേല ചെയ്യിപ്പിച്ച്, അടിമവേല ചെയ്യിപ്പിച്ച് തലമുറകളായി ഉപദ്രവിച്ചത് തമ്പുരാൻ തന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചു. സ്തോത്രം, 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 സ്തോത്രം. അതിന് മറുപടി കൊടുക്കാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. കാരണം നീ ഇവിടെ വന്നാലേ മറ്റോ വരത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ നീലനദിയിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞ ആ കുഞ്ഞുങ്ങളുടെ നിലവിളി സ്വർഗത്തിൽ ചെന്നു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഇവന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് അതേ നീലനദിയിൽ മുക്കിക്കളയുന്നത് ദൈവത്തിന്റെ സത്യസന്ധതയ്ക്ക്, വിശ്വസ്തതയ്ക്ക് മാതൃകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നീ അനുഭവിക്കുന്ന ചങ്കടൽ വെറുതെയല്ല. ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടാനാണ്. ദൈവത്തിൽ നീ ഒന്നുകൂടെ ആശ്രയിക്കാനാണ്. മറ്റുള്ളവർ ദൈവമഹത്വം നിന്റെ ജീവിതത്തിലൂടെ കാണാനാണ്. മറ്റുള്ളവർ നിന്നെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ഇന്ന് രാവിലെ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ഏൽപ്പിക്കാൻ തയ്യാറുണ്ടോ? കർത്താവേ, എന്റെ ജീവിതത്തിലൂടെ നിന്റെ നാമം മഹത്വപ്പെടണമെന്ന് പറയുവാൻ തയ്യാറുണ്ടോ? അതിനായി ഞാൻ ഇന്ന് രാവിലെ ഏൽപ്പിക്കുന്നത് പറയുവാൻ തയ്യാറുണ്ടോ? എന്റെ ഹിതമല്ല, നിന്റെ ഹിതത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നത് പറയുവാൻ തയ്യാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം.